ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്, യാതൊരു സംശയമില്ല. അപ്പം നമ്മുടെ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നൊരു കാര്യമാണ്, ചിലപ്പോൾ മറ്റുള്ളവരത് വിശ്വസിക്കുന്നുണ്ടാവില്ല. ഞങ്ങളൊക്കെ വിശ്വസിക്കണമെന്ന് വെച്ചാൽ ഞങ്ങളും ആ സിനിമയുടെ ഫിൽം മേക്കേഴ്സാണെന്നാണ്. ഞങ്ങളും ഈ സിനിമയുടെ ഫിൽം മേക്കറാണ്. അതായത് ഒരു പാട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും ആ സിനിമ തന്നെ അറിയപ്പെടുന്നത് ഈ പാട്ട് കൊണ്ടായിരിക്കും. അപ്പോൾ സിനിമയുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സംഗീതമായിട്ട് നല്ല ബന്ധവും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധവും ആയിട്ട് നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങളും ഒരു സിനിമ ചെയ്തു എന്നാണ് നമ്മൾ പറയുക. സിനിമയിൽ പാട്ട് എഴുതിയെന്നോ ഞങ്ങൾ പാട്ട് മ്യൂസിക് ചെയ്തു എന്നുള്ളതല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഈ വിഷ്വലിനെ മറ്റൊരു ഡയമെൻഷൻ കൂടി, ഇപ്പം നമ്മൾ കവിതയ്ക്ക് നമ്മൾ പറയില്ലേ, കവിത എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹരിയാണ് അത് പറയേണ്ടത്, ഒരു വരി എഴുതി കഴിഞ്ഞാൽ അതിന് പല തലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശമാവാം, മനസ്സാവാം, അമ്മയാവാം, ഭാര്യയാവാം, കാമുകയാവാം. അത് ഈ തലങ്ങളൊക്കെ തന്നെ സിനിമയ്ക്കും സാധ്യതയുണ്ടെന്നുള്ളതാണ്. കാരണം സിനിമയുടെ വിഷ്വലിൻ്റെ മറ്റൊരു തലത്തിലുള്ള ഒരു ഓറൽ ഔട്ട്പുട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ സിനിമയ്ക്ക് നൽകുന്നത്. അപ്പോൾ കേൾക്കുന്ന ആൾക്ക് ഈ വിഷ്വൽ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, ഈ കേൾക്കുന്ന സൗണ്ടിങ്ങും അത് പശ്ചാത്തല സംഗീതവും വരികളും പാട്ടും ഒക്കെ കൂടെ ചേർന്നുള്ളൊരു ഒരു ഒരു എക്സ്പീരിയൻസാണ് കാണികൾക്ക് ഉണ്ടാവുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യമാണ്, നിങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത്. ഒന്ന്, നിങ്ങളൊരു നല്ല പാട്ടാണ് എന്ന് പറയണത് എന്തിനെ വെച്ചുകൊണ്ടാണ്? രണ്ട് ഓപ്ഷൻ ഞാൻ പറയാം. ഏറ്റവും സാധാരണമായി കാണപ്പെടുന്ന കേൾക്കപ്പെടുന്ന ഒരു കാര്യമാണ്, നല്ല പാട്ടാണ് എന്ന് പറയുമ്പോൾ ഒന്ന് നല്ല ട്യൂണാണ്, രണ്ട് നല്ല വരികളാണ്. ഇതിൽ നിങ്ങളുടെ മനസ്സിൽ നല്ല ട്യൂണാണ് അല്ലെങ്കിൽ നല്ല വരികളാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ നല്ല വരി എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെന്ന് കൈവെക്കുക. അപ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ച് ട്യൂൺ ഒരു രണ്ടാം നിലയാണ്, രണ്ടാം കടയാണ് അല്ലേ? അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് ബാക്കി ഉള്ള എല്ലാവരും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും സംഗീതമാണ് അവരുടെ ആ ട്യൂണാണ് അവരെ ആകർഷിക്കുന്നത് എന്നുള്ളത്. ഒരു ഫിൽം മേക്കറെയോ ഞങ്ങളെയോ സംബന്ധിച്ച് ഇത് രണ്ടുമല്ല, ഇറ്റ് ഷുഡ് വർക്ക്. ഇത് സിനിമയിൽ അതിനൊരു ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവണം. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്, ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ സിനിമ കഴിഞ്ഞാലും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഗാനത്തിന് ഒരു അസ്തിത്വം ഉണ്ടാവുക, അത് മനുഷ്യരുടെ മനസ്സിലുണ്ടാവുക എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പാട്ടുകളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വളരെ കോംപ്ലക്സ് ആണ്. ഒരു പാട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഇറ്റ്സ് എ സൈക്കോളജിക്കൽ പ്രോസസ്സ്. നമ്മുടെ മനസ്സിൽ നല്ല വരി, ഇപ്പോൾ ജീവാംശം എന്ന് പറയുന്ന പോലെ തന്നെ അനുരാഗ വിലോചനനായി എന്ന് പറയുന്ന ആ മെലഡി. ഇപ്പം ഞാൻ വിദ്യാസാഗറിൻ്റെ വലിയൊരു ആരാധകനാണ്. വിദ്യാസാഗറിൻ്റെ ആ പാട്ട് എന്നെ സംബന്ധിച്ച് ആസ് എ ട്യൂൺ, അദ്ദേഹം ഇതിനു മുമ്പ് എത്രയോ കാപ്പി രാഗത്തിൽ ഇത്രയും നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ആ പാട്ട് ട്യൂൺ വൈസ് ഭയങ്കര ഭംഗിയുള്ളൊരു പാട്ടല്ല. പക്ഷേ ഈ അനുരാഗ വിലോചനനായി എന്ന് പറയുന്നതോടുകൂടി ആ പാട്ട് ഏറ്റവും ഗംഭീരമായി പാട്ടായിട്ട് അത് മാറുകയാണ്. അതായത് ആ പാട്ട് എന്നുള്ള ഹോൾ പാട്ടിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ട്യൂണും ലിറിക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ആണ് ഞാൻ പറഞ്ഞത്. ട്യൂൺ വൈസ് ഞാനൊരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ട്യൂൺ ഒരു പക്ഷേ സാഹിത്യത്തിൻ്റെ ചുവട്ടിലേ നിൽക്കുള്ളൂ.